സൗണ്ട് വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? സൗണ്ട് ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു. സോ എൻ്റെ പേര് ദീപക് രാമചന്ദ്രൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ആഹ് നിങ്ങളെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവിനോടൊപ്പം നിന്ന് ഞാനും നിങ്ങളെ വളരെ ഹാർദവമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ എന്തൊരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം മൗനമായിട്ട് നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് ഒരു അനുവാദം വാങ്ങിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു. സോ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോഗ്രാമിലേക്ക്. വന്നോട്ടെ, നമ്മൾ എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അഗെയിൻ, എൻ്റെ പേര് ദീപക് രാമചന്ദ്രൻ എന്നാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേർക്ക് എന്നെ പേഴ്സണലി അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തിയത്. സോ ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ നിങ്ങളോടൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കാം. അപ്പൊ ആ പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് പുതിയ കാലഘട്ടം, അതായത് ആഫ്റ്റർ കോവിഡ്, നമ്മളിപ്പോ ലോകത്തിനെ രണ്ടായിട്ട് നമ്മൾ നിലനിന്ന് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ്. എന്താണ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും തമ്മിൽ സംഭവിച്ചത്? കോവിഡിന് മുമ്പും ശേഷവും തമ്മിൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇപ്പോഴാണ് ലോകം മുഴുവൻ ഒരു എന്താ ഒരൊറ്റ ക്ലിക്കിൽ മൂവ് ചെയ്യിപ്പിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലും അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇവിടെയും ബിസിനസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഡെവലപ്പായത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന പ്രോഗ്രാം പോലും കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലത്തല്ല. പണ്ട് നമ്മൾ എന്തായിരുന്നു, പ്രോഗ്രാംസ് നടത്തണം എന്നുണ്ടെങ്കിൽ, മീറ്റിങ്ങുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൂട്ടി ഒരുമിച്ചിരുത്തിയാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മളുടെ തന്നെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഈ സാഹചര്യങ്ങളെ വളരെ പെട്ടെന്ന് മാറ്റുന്നതിൽ കോവിഡ് അനന്തര കാലഘട്ടത്തിന് ഒരു വലിയ റോളുണ്ട്. ഒരു പക്ഷേ കോവിഡ് പോലൊരു സംവിധാനം വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരാൻ ഇനിയും കുറെ കാലങ്ങൾ കൂടെ നമ്മുടെ നാട്ടിൽ എടുത്തേനെ. പക്ഷെ ആ ഒരു പ്രതിസന്ധിയെ മനുഷ്യൻ മറികടന്നത് ഇതുപോലുള്ള സംവിധാനങ്ങളിലൂടെയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രതിസന്ധിയായിരുന്നു നമ്മുടെ പണം നമ്മൾ എവിടെ സൂക്ഷിക്കും. അതൊരു വലിയ പ്രതിസന്ധിയാണല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പ്രതിസന്ധി എത്ര കണ്ട് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളുടെ കയ്യിൽ കാശുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ ഈ 10 ലക്ഷം രൂപ തൊട്ടടുത്ത ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ അത് നടക്കും. നമുക്കതിന് ഒരു ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പൊ എന്തോ ഒരു വർഷത്തേക്ക് 7% 8% കണ്ടാണ് ഇപ്പോഴത്തെ പലിശ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് വർഷാവർഷം നമ്മളുടെ ആ പണം അവിടെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ ഇതല്ല. ചില രാജ്യങ്ങളിൽ, എക്സാമ്പിൾ ജപ്പാൻ, അമേരിക്ക, അല്ലെങ്കിൽ UK തുടങ്ങിയ പല രാജ്യങ്ങളിലും നമ്മൾ ഇതുപോലെ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഈ പണം സുരക്ഷിതമായി വച്ചിരിക്കുന്നതിന് ബാങ്ക് സർവീസ് ചാർജ് അങ്ങോട്ട് ഈടാക്കും. നമുക്ക് ഇന്ത്യയിൽ എന്താ സംഭവിക്കുക, പണം നമ്മൾ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു വർഷം ഒരു 6% മുതൽ 8% വരെ പലിശ നമുക്ക് തരുമ്പോൾ പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ പണം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടും നമ്മളുടെ പണം ബാങ്ക് സൂക്ഷിക്കുന്നതിനും ബാങ്ക് സർവീസ് ചാർജ് അങ്ങോട്ട് ഈടാക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഡെവലപ്ഡ് കൺട്രീസ് കാലങ്ങൾ മുമ്പേ ഉണ്ട്. ഇങ്ങനെ നിലനിന്നു പോകുന്ന സാഹചര്യത്തിൽ 2008 ലോകം മുഴുവൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുണ്ടായി. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവും. വേൾഡിലെ ഏറ്റവും ഫേമസ് ബാങ്കുകളിൽ ഒന്നായ US സിറ്റി ബാങ്ക് അടക്കം അന്നത്തെ വേൾഡ് റിസഷനിൽ എന്ത് ചെയ്തു, തകർന്നു പോവുകയുണ്ടായി. ഇവിടെയാണ് അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമ്മളുടെ പണം നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, ഇന്ത്യയിലാവട്ടെ അമേരിക്കയിലാവട്ടെ എവിടെയാവട്ടെ, ആ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ച ആ ബാങ്ക് തകർന്നു പോയാൽ നമ്മുടെ നാട്ടിൽ 5 ലക്ഷം രൂപയെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഞാൻ എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ഞാൻ 1 കോടി രൂപ ബാങ്കിൽ ഇട്ടിരുന്നാലും ആ ബാങ്ക് തകർന്നു പോവുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് എത്രയെ തരൂ? 5 ലക്ഷം രൂപയെ തരൂ. ഇത് ഞാൻ സമ്മതിച്ചെഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്ര ചെറുതായിട്ട് അവർ എഴുതി തരുന്ന ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഈ സാധനം ഉണ്ട്. ഇങ്ങനെ US പോലുള്ള രാജ്യങ്ങളിൽ സിറ്റി ബാങ്ക് അടക്കമുള്ള 3 പ്രമുഖ ബാങ്കുകൾ തകർന്നപ്പോൾ വേൾഡിലെ അറിയപ്പെടുന്ന വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു. സോ ഇതിന് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആ പണം നഷ്ടപ്പെടുന്നത്. ഇത് അങ്ങനെ അല്ലാതെ നമ്മളുടെ പണം എങ്ങനെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളും ടെക്കീസും അന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഇതിനു മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇതിന് പല രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ടെക്നോളജി അത്ര കണ്ട് വളരാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ അന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി? അപ്പൊ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതായത് ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ 1980-85 കാലഘട്ടം മുതൽ ലോകത്തിലെ പലർക്കും അറിയാം. ക്രിപ്റ്റോഗ്രാഫിയിലൂടെ ക്രിപ്റ്റോ കറൻസീസ് ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിപ്റ്റോ കറൻസീസിന് ഒരു എന്താ പറയുക വാല്യൂ സെറ്റ് ചെയ്യാനും ഒക്കെ വേൾഡിന് 80s മുതൽ തന്നെ അറിയാം. പക്ഷെ ഇത് സേഫ് ആയിട്ട് എവിടെ സൂക്ഷിക്കും? ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലല്ലോ പ്രധാനം. ആരും എടുത്തുകൊണ്ട് പോവാതെ അല്ലെങ്കിൽ മറ്റൊരാൾ ഹാക്ക് ചെയ്ത് കൊണ്ടുപോവാതെ, കാര്യം ഇതൊക്കെല്ലാം കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട് പോവാതെ ഈ പണം, നമ്മളുടെ പണം സേഫ് ആയിട്ട് എവിടെ സൂക്ഷിക്കും? അതിന് പറ്റുന്ന ഒരു ടെക്നോളജി ശരിക്കും കൃത്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നത് ഈ 2008-2010 കാലഘട്ടത്തിൽ ബ്ലോക്ക് ചെയിന്റെ ആവിർഭാവത്തോടു കൂടിയാണ്. സോ എന്താണ് ബ്ലോക്ക് ചെയിൻ? ഞാനത് ഈ ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ നിന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, ഞാൻ പറയുന്ന വലിയ വലിയ കാര്യങ്ങളായി പോകും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഉണ്ടാവാം, സെർവർ ഡൗൺ ആണ് പല സ്ഥലങ്ങളിൽ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്റ്റേറ്റ് മുഴുവൻ ലേക്ക് ഇത് കണക്ട് ചെയ്ത് ആയിരക്കണക്കിന് സെർവറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വരികയും ഇവയൊക്കെ ഒരു സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്താൽ ആ സിസ്റ്റം ഒരിക്കലും എന്ത് ചെയ്യപ്പെടില്ല, ഹാക്ക് ചെയ്യപ്പെടുകയോ ഡൗൺ ആവുകയോ ചെയ്യാൻ. ഞാൻ പറയുകയാണെങ്കിൽ യൂട്യൂബിന്റെ ഒക്കെ സഹായത്തോടു കൂടെ ഒരുപാട് നല്ല നല്ല വീഡിയോസ്, എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അവൈലബിൾ ആണ്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എന്ത് കാര്യങ്ങളെയും ബ്ലോക്ക് ചെയിന്റെ സഹായത്തോടു കൂടെ ഡീൽ ചെയ്യാൻ പറ്റും. കാരണം ഇത് സുതാര്യമാണ്. ഒരിക്കൽ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റ, ഈ ബ്ലോക്ക് ചെയിന്റെ സഹായത്തോടെ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പിന്നീട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ നമ്മളുടെ ബാങ്കിങ് സെഗ്മെന്റ് 100% ബ്ലോക്ക് ചെയിനിലേക്ക് മാറാൻ പോകുന്നുണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ബ്ലോക്ക് ചെയിന്റെ സാധ്യതകളെ പഠിക്കുകയാണ്. നമ്മളുടെ ഇലക്ഷൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയിനിലേക്ക് മാറാൻ പോകുന്നു. ഒരു 10 വർഷത്തിനപ്പുറം വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. നമ്മളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുകയാണ്. ഇത്രയും വലിയ സാധ്യതയുള്ള ബ്ലോക്ക് ചെയിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിപ്റ്റോഗ്രഫിയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയും 2008 എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റി? വേൾഡിലെ അറിയപ്പെടുന്ന ടെക്കികൾ അതിനെ ഒരു പണത്തിന്റെ മൂല്യത്തിലേക്ക് ഒപ്പിച്ച് കണക്ട് ചെയ്തൊരു ക്രിപ്റ്റോ ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. അതാണ് ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി, ദ മദർ ഓഫ് ക്രിപ്റ്റോ കറൻസി. നിങ്ങൾ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ കേട്ടിട്ടില്ലായിരിക്കും, ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ സാധ്യതയുള്ള ഒരു പേരുണ്ട്, ബിറ്റ് കോയിൻ. എന്താണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. അങ്ങനെ 2008, 2009 കാലഘട്ടങ്ങളിൽ ലോകത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി. 2010 കാലഘട്ടങ്ങളിലേക്കാണ്
വ്യക്തിപരമായി ഞാൻ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ഈ പറയുന്ന ബിറ്റ് കോയിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നത്. അന്ന് ഏതാണ്ട് 60 രൂപ 70 രൂപയൊക്കെയാണ് ഒരു ബിറ്റ് കോയിന്റെ വില 2010 കാലഘട്ടങ്ങളിൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് 2025, ഒരു 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ബിറ്റ് കോയിന്റെ ഇന്നത്തെ വില ഏകദേശം 85 ലക്ഷം രൂപയാണ്. അതായത് 70 രൂപ അല്ലെങ്കിൽ 100 രൂപയിൽ നിന്ന് 85 ലക്ഷം രൂപയിലേക്കുള്ള ഒരു വളർച്ച ഈ കഴിഞ്ഞ 15 വർഷത്തെ ഒരു ഗ്യാപ്പിനിടയിൽ സംഭവിച്ചു. ഞാനും നിങ്ങളും, എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ബഹുഭൂരിപക്ഷ ആളുകൾ ഒരു 30 വയസ്സ് കഴിഞ്ഞവരായിരിക്കാം. അപ്പൊ നമ്മൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നടന്ന ഇത്രയും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉള്ള വേറൊരു ഇൻഡസ്ട്രി ലോകത്തില്ല. ബിറ്റ്കോയിനെ പോലെ വളർച്ച ഈ 15 വർഷം കൊണ്ട് 100 രൂപയിൽ നിന്ന് 85 ലക്ഷത്തിലേക്കുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പറഞ്ഞ ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക്. ബിറ്റ്കോയിന് ശേഷം ഒരുപാട് ടോക്കൺസ് വന്നു. ഞങ്ങളും ബിറ്റ്കോയിൻ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് വന്നു. ഈ ടോക്കൺസിന്റെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ വില കയറുന്നത് പോലെ തന്നെ വില ഇറങ്ങുകയും ചെയ്യും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലരൊക്കെ പറയും എനിക്ക് കൃത്യമായിട്ട് അറിയാം, കൃത്യമായി ഞാൻ ചാർട്ട് നോക്കി പ്രെഡിക്റ്റ് ചെയ്യും. ഓൺ ആൻ ആവറേജ് ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രൊഡിക്ഷൻസും ഒന്നും ഒരിക്കലും എന്തില്ല, കൃത്യമാവില്ല. ഈ ബിറ്റ് കോയിന്റെ തന്നെ വില 1 കോടി രൂപയ്ക്ക് പുറത്തേക്ക് ഒരു 2 മാസം മുമ്പ് പോയതാണ്. ഇപ്പോഴാണ് തിരിച്ച് വീണ്ടും ഡൗൺഫോൾ അടിച്ച് 80 ലക്ഷത്തിലേക്ക് വന്നത്. അപ്പോ ഈ മേഖലയിൽ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര സേഫ്റ്റിയും അല്ല. ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു മേഖല കൂടെയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഇപ്പൊ പറയാൻ പറ്റുന്നത്? ഈ പറയുന്ന ബ്ലോക്ക് ചെയിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട്, ഈ ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട്, സ്മാർട്ട് കോൺട്രാക്ടിന്റെ സാധ്യത. അപ്പൊ സ്മാർട്ട് കോൺട്രാക്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വെച്ചാൽ? കോൺട്രാക്ട് എന്താണെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. രണ്ട് വ്യക്തികൾ തമ്മിലോ, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിലോ എന്തെങ്കിലും ഒരു കോമൺ കാര്യത്തിനെ കുറിച്ച് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയാണ് എന്ന് എഴുതി ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. എന്താ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത? ഇതേ കോൺട്രാക്ട് ബ്ലോക്ക് ചെയിന്റെ സഹായത്തോടുകൂടെ ബ്ലോക്ക് ചെയിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വിളിക്കും. ഒരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ കോൺട്രാക്ട് എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ അതിനകത്തുള്ള കക്ഷികൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ മാറ്റം വരുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ടൈപ്പ് ഓഫ് സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ട്. പ്രോക്സി സ്മാർട്ട് കോൺട്രാക്റ്റും ഉണ്ട്, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റും ഉണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രോക്സി സ്മാർട്ട് കോൺട്രാക്ട് 100% ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയിഡ് ആയിരിക്കില്ല. വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് 100% ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയിഡ് ആയ, ബ്ലോക്ക് ചെയിൻ വെരിഫൈ ചെയ്യുന്ന കോൺട്രാക്ട്. അങ്ങനെ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അത് എഡിറ്റ് ചെയ്യാൻ ഇത് എഴുതി ഉണ്ടാക്കിയ ആളുകൾ വിചാരിച്ചാൽ പോലും പിന്നീട് സാധിക്കില്ല എന്നുള്ളതാണ് വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ സേഫ്റ്റി കൂടുതലാണ്. കാരണം ഒൺസ് അത് ഡിപ്ലോയ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ 3 സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരു കാര്യം മനസ്സിലായി: ക്രിപ്റ്റോ കറൻസിയിൽ അതീവമായ വളരെയധികം ലാഭസാധ്യതയുണ്ട്. ബ്ലോക്ക് ചെയിൻ ആർക്കും ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മളുടെ അസറ്റും ഒക്കെ സേഫ് ആണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ചേട്ടാ, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇനി നമ്മുടെ കാര്യം എന്താ? അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ പറയുന്ന സാധ്യതകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം? അപ്പൊ ഇവിടെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ശരിയാണ്. നമ്മുടെ നാട്ടില് ഈ റിയാലിറ്റിയിലുള്ള സത്യസന്ധമായിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നതിന് മുമ്പ് തന്നെ ആ കഥ പറഞ്ഞിട്ട് നമ്മുടെ പൈസ ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് സ്കീമുകൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുൻപേ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അതിനോട് സാമ്യമല്ലേ, ഇത് അതല്ലേ, ഇത് മറ്റതല്ലേ? ഇപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാം പലരോടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല പല പേരുകൾ, ഞാനൊന്നും ഇന്നുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകൾ മാർക്കറ്റ് ചെയ്യുന്നത്, ഇത് അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, പലതിനും പലതിനോട് സാമ്യം തോന്നാം. പക്ഷെ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങൾ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന ആളുകളോട് വളരെ വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഇന്നലെ വരെ വന്നതല്ല. അതുമായി പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് കണക്റ്റഡ് അല്ലേ എന്ന് തോന്നിപ്പോവാം. കാരണം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച
ഒരു പ്രത്യയശാസ്ത്രമല്ല. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല. ഇതൊക്കെ ലോകത്തെ അറിയപ്പെടുന്ന ടെക്നീഷ്യൻസ് കണ്ടുപിടിച്ച് ലോകം മുഴുവൻ വമ്പൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും പലതിനും സാമ്യം തോന്നാം. പക്ഷേ നമ്മളുടെ പ്രോഗ്രാം എൻറ്റയർലി ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. എന്താണ് ആദ്യത്തെ ഡിഫറൻസ്? അതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാം എന്താ സാർ? നമുക്ക് ആ PPT ഒന്ന് ഷെയർ ചെയ്താലോ? ഓക്കെ ഓക്കെ. അതൊന്ന് ഷെയർ ചെയ്യൂ സാർ. ആ ഒരു ഏഹ്, ആ ഒരു പേജ് ബിഗ് സ്ക്രീൻ ആക്കാവോ? ആക്കാൻ ശ്രമിക്കണം ഞാൻ. ഒരു മിനിറ്റ്. ആ സ്ലൈഡ്സ് അത് വർക്ക് ചെയ്യും. യെസ്. ഓക്കെ. ആ, ആയിട്ടില്ല. എന്തായാലും അതിലൊന്ന് ആ മെയിൻ സ്ലൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ് അത് ചിലപ്പോ. അപ്പൊ സെക്കൻഡ് സ്ലൈഡ് ഓക്കെ. ആയില്ല. എന്തായാലും കാണാൻ കഴിയുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് ഒരു ചെറിയ വോളിലാണ് വരുന്നത്. കുഴപ്പമില്ല. അപ്പോ ആ സ്ലൈഡില് ദ പവർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, വെൽക്കം ടു ഫോർട്ടസ ട്രെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പൊയ്ക്കോളൂ സാർ. സാറേ രണ്ടാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്യും. ഇവിടെ ആയി. ഒരു മിനിറ്റ്. ഇതെന്തോ സംതിങ്. ഞാൻ ഇവിടെ സ്ലൈഡ് സെക്കൻഡ് ആയി. കാണില്ല. എനിക്ക് കാണുന്നത് ഫസ്റ്റ് തന്നെയാണ്. ബാക്കി ആരെങ്കിലും ഒരാള് സുരേഷ് ഒരു സാർ മിനിറ്റ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കാണുമല്ലോ. യെസ്. ഓക്കെ 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 സാർ. ഓക്കെ. സോ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടോക്കണിന്റെ പേരാണ് ടെസോൺ ഗോൾഡ്. അതിന്റെ ഷോർട്ട് നെയിം TNGD എന്നാണ് വിളിക്കുന്നത്. എന്താണ് TNGD? എന്താണ് TNGDയുടെ പ്രത്യേകത? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വേൾഡിലെ ദ ഫസ്റ്റ് ടോക്കൺ ആണ്. എന്താണ് വേൾഡിലെ ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുമ്പോൾ എന്ത് ഫസ്റ്റ് ആണ്? ഒരു ബേസ് പ്രൈസ് ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞു BTCയുടെ പ്രൈസ് 1 കോടിക്ക് പുറത്തു പോയിട്ട് ഒറ്റയടിക്ക് ഇടിഞ്ഞത് 80 ലക്ഷത്തിലേക്ക് വന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെസോൺ ഗോൾഡിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, അങ്ങനെ ഒരു പ്രൈസ് ഡൗൺഫോൾ ഉണ്ടാവില്ല. അതായത് എപ്പോഴും ടെസോൺ ഗോൾഡിന് ഒരു ബേസ് പ്രൈസ് ഉണ്ടാവും. ആ ബേസ് പ്രൈസിൽ നിന്നുകൊണ്ടാണ് ടെസോൺ ഗോൾഡ് ഗ്രോത്തിലേക്ക് പോവുക. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബേസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സാർ നെക്സ്റ്റ് പേജിലേക്ക് വരും. അതായത് ടെസോൺ ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ. പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ് ടെസോൺ ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ വേൾഡിലുള്ള ക്രിപ്റ്റോസിൽ സ്റ്റേബിൾ കോയിൻസും അൺസ്റ്റേബിൾ കോയിൻസും ഉണ്ട്. എന്താണ് സ്റ്റേബിൾ കോയിൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കറൻസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ ടോക്കണെയാണ് സ്റ്റേബിൾ കോയിൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും അതിന് ഉപയോഗിക്കുന്നത് USDT, അതായത് അമേരിക്കൻ ഡോളറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് നോട്ട് അടിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു 500 രൂപയുടെ നോട്ട് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ഈ 500 രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഗോൾഡോ സിൽവറോ തുടങ്ങിയ മെറ്റീരിയൽ റിസർവ് ബാങ്ക് ആദ്യമേ ഹോൾഡ് ചെയ്യും. എന്നിട്ടാണ് ഒരു നോട്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ടെസോൺ ഗോൾഡ് എന്ന് പറയുന്ന ടോക്കൺ. നമ്മളിവിടെ സ്വർണം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വെള്ളി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഗവൺമെന്റ് സെഗ്മെന്റോ അല്ലെങ്കിൽ ആധികാരികമായി ഇത് പറയുന്ന ഒരു സെഗ്മെന്റോ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് വിശ്വസിക്കുന്നത് മണ്ടത്തരവുമാണ്. പക്ഷെ നമ്മളിവിടെ എന്തിലാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്? ബ്ലോക്ക് ചെയിനിലാണ് ചെയ്തിരിക്കുന്നത്.
ബ്ലോക്ക് ചെയിൻ സുതാര്യമാണ്. ലോകത്ത് എല്ലാവർക്കും ബ്ലോക്ക് ചെയിൻ കാണാൻ കഴിയും, ബ്ലോക്ക് ചെയിനിലുള്ള സംവിധാനങ്ങൾ കാണാൻ കഴിയും. സോ നമ്മൾ ഉപയോഗിക്കുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിനകത്ത് നമ്മൾ ഈ റിസർവ് ഫണ്ട് വെച്ചിരിക്കുന്നത് USDTയുടെ രൂപത്തിലാണ്. സോ അത് എല്ലാവർക്കും വെരിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ടെസോൺ ഗോൾഡ് എന്ന് പറയുന്ന ടോക്കണിന്റെ ക്രിയേഷൻ ഉണ്ടാവുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്രിയേറ്റർ ഈ പറയുന്ന ടോക്കൺ ക്രിയേറ്റ് ചെയ്തത് വെറും 1000 TNGDs ആണ്. അതായത് 1000 ടോക്കൺ മാത്രമേ ഇതിന്റെ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിന് 1000 USDT കൊണ്ട് ബാക്കപ്പ് ചെയ്തു. അപ്പൊ എന്തായി, 1000 ടോക്കണും ഉണ്ട്, 1000 USDT ഉണ്ട്. സോ ഒരു ടോക്കണിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 1 USDT എന്ന ഒരു ബേസ് പ്രൈസ് എന്ത് ചെയ്തു, ഈ ടോക്കൺ വന്നു. ഇതിന് ശേഷമാണ് അദ്ദേഹം ഈ ടോക്കൺ, ഒരു 1000 ടോക്കൺ കൊണ്ട് ഒരു ക്രിപ്റ്റോ ടോക്കണിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം ഇനി പുതിയ പുതിയ ടോക്കൺ ക്രിയേറ്റ് ചെയ്യണം. ആര് ക്രിയേറ്റ് ചെയ്യും? ഇതേ അവസ്ഥ തന്നെയായിരുന്നു പണ്ട് BTCക്ക് ഉണ്ടായിരുന്നത്. BTCയുടെ ക്രിയേറ്റേഴ്സും ഒരു സർട്ടൺ നമ്പർ ഓഫ് ടോക്കൺ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ബാക്കി ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കോമൺ പബ്ലിക്കിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് അവരത് മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൈനിങ് പ്രോസസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹൈ ഇലക്ട്രിസിറ്റി, ടെക്നിക്കൽ നോഹൗ തുടങ്ങിയവ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈൻ ചെയ്യാൻ സാധിക്കൂ. പക്ഷെ അത് ഹൈലി എക്സ്പെൻസീവ് ആയതുകൊണ്ടും ഇന്നത്തെ കാലക്രമത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ ഇലക്ട്രിസിറ്റി പോലുള്ള റിസോഴ്സുകൾ മൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടും ഈ പറയുന്ന പ്രോസസ്സ് ഇന്ന് പലയിടത്തും ബേൺഡ് ആണ്. പകരം ക്രിപ്റ്റോ ടോക്കൺ മിന്റിങ്ങിലേക്ക് മാറി. നമ്മളും ടെസോൺ ഗോൾഡും ഒരു മിന്റിങ് പ്രോസസ്സിലൂടെയാണ് പുതിയ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് പബ്ലിക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്ത് ഈ പുതിയ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിനുള്ള ഹോൾഡ് പബ്ലിക്കിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഇത് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ ഒരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഡിപ്ലോയ് ചെയ്യുകയാണ് ഉണ്ടായത്. സർ നെക്സ്റ്റ് പേജ് എടുക്കാവോ സർ? അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആ സ്ക്രീൻ ഒന്ന് വലുതാക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ടെസോൺ ഗോൾഡ് വേഴ്സസ് അതർ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വാല്യൂ അപ്രീസിയേഷൻ, ഓരോ 24 മണിക്കൂറിലും നമ്മളുടെ ബേസ് പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാവും. ബാക്ക്ഡ് അപ്പ് ബൈ ടെതർ USDT. ഞാൻ പറഞ്ഞതുപോലെ തന്നെ USDT ബാക്കപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ടെസോൺ ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതില് രണ്ടാമത്തെ പാരഗ്രാഫിൽ മേളിൽ പിങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്രാഷ് റെസിസ്റ്റൻസ്. അതായത് ടെസോൺ ഗോൾഡിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ക്രാഷ് റെസിസ്റ്റൻസ്. ഒരിക്കലും ഈ ടെസോൺ ഗോൾഡ് എന്ന് പറയുന്ന ടോക്കൺ ബേസ് പ്രൈസിനേക്കാൾ താഴ്ത്തി വിൽക്കാനോ വാങ്ങാനോ ലോകത്തൊരാൾക്കും കഴിയാത്ത രീതിയിലുള്ള ഒരു ആൽഗുരിതമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലിറ്റി മെക്കാനിസം, മിന്റിംഗ് കൺട്രോൾ, കമ്മ്യൂണിറ്റി ഏണിംഗ് മോഡൽ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് മിന്റിംഗ് കൺട്രോളും കമ്മ്യൂണിറ്റി ഏണിംഗ് മോഡലിനെ കുറിച്ചുമാണ് നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. സർ നെക്സ്റ്റ് പേജിലേക്ക് പോവാമോ? സോ ഇവിടെ മുതൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെസോൺ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടോക്കനെ കുറിച്ചാണ്, അതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ടെസോൺ ഗോൾഡ് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കാര്യം, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 പ്ലാറ്റ്ഫോംസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്താണ്, ഈ ടെസോൺ ഗോൾഡ് മിന്റ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്, ഒരു പ്ലാറ്റ്ഫോം. 2, ഇത് മിന്റ് ചെയ്തെടുക്കുന്ന ടോക്കൺ. ഇപ്പൊ മിന്റിങ് എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ആളുകളാണ്. നമ്മളൊരു സ്ഥലം പാട്ടത്തിനെടുക്കുന്നു, നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നു, വിളവെടുക്കുന്നു, ആ വിളവ് കൊണ്ട് നമ്മൾ ഒരു മാർക്കറ്റിൽ വിൽക്കുന്നു. ഈ ചിന്തയാണ് നിങ്ങൾക്ക് ഈ കഥ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് മിന്റിങ് സ്ലോട്ടുകൾ പർച്ചേസ് ചെയ്യാം പല തരത്തിൽ. $50 മുതൽ $2000 വരെയുള്ള 12 മിന്റിങ് സ്ലോട്ടുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കത് പർച്ചേസ് ചെയ്യാം. നമ്മൾ സാധാരണ സ്ഥലം പാട്ടത്തിനെടുക്കുമ്പോൾ ഒരു പാട്ടക്കരാർ വയ്ക്കുന്ന പോലെ ഇവിടെ 1 വർഷത്തേക്കുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് തരുന്നത്. ആ 1 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ
മിന്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ നേരെ ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് നമുക്ക് അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. ഒരു വർഷത്തേക്ക് ഈ സ്ലോട്ട് ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം. എന്താ അവിടെ കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ഗുണം? ഉൽപ്പാദിപ്പിക്കാം. ആ നമുക്കത് ആ കിട്ടുന്ന ടോക്കൺ ആണ് നമ്മളുടെ വിളവ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ട് വിൽക്കാൻ ഒരു മാർക്കറ്റ് പ്ലേസ് അതും നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മൂന്നും ചേർന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ രീതിയിലുള്ള വരുമാന സാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ലൈഡിനകത്ത് ഉള്ളത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. റെഫറൽ ബോണസ്, മിന്റിംഗ് സ്ലോട്ട് ബെനിഫിറ്റ്, ടേബിൾ ടോപ്പ് ബോണസ്, ഹൈബ്രിഡ് ടീം ബോണസ്, കരിയർ ഡിവിഡൻഡ്, ലക്കി ഡ്രോ, പ്ലസ് ഏറ്റവും താഴെയുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേറ്റീവ് ഡെക്സ് ബെനിഫിറ്റ്. ഈ ഡെറിവേറ്റീവ് ഡെക്സ് ആണ് നമ്മളുടെ മാർക്കറ്റ്. അവിടെയാണ് നമുക്കിത് വിൽക്കാനും മേടിക്കാനും പറ്റുന്ന സാഹചര്യം ഉള്ളത്. രണ്ട് രീതിയിലെ ടെസോൺ ഗോൾഡ് ലോകത്ത് കിട്ടൂ. ഒന്ന് മിന്റ് ചെയ്തുണ്ടാക്കണം, രണ്ട് ഈ ഡെറിവേറ്റീവ് ഡെക്സിൽ പോയി മേടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് രീതിയിലല്ലാതെ ടെസോൺ ഗോൾഡ് ലോകത്ത് ഒരാൾക്കും ഈ ടോക്കൺ കിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ എന്തൊക്കെയാണ് ഇത് ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. സാർ നെക്സ്റ്റ് പേജിലേക്ക് വരും. സാർ ഇതാ ബിൽഡ് യുവർ നെറ്റ്വർക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഈ പറയുന്ന 3 പ്ലാറ്റ്ഫോം, ഫോർട്ടസ പ്രൈം എന്ന് പറയുന്നത് ഇതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്, മിന്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, പ്ലസ് നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ 3 പ്ലാറ്റ്ഫോമും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു രജിസ്ട്രേഡ് മെമ്പർ ആയിരിക്കണം. അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു രജിസ്ട്രേഡ് മെമ്പേഴ്സ് ആകുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന പ്രോസസ്സിന്റെ ഭാഗമായി മാറാൻ കഴിയൂ. അതിനെന്താണ് വേണ്ടത്? മിനിമം 25 USDT. പോളിഗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു. ആ പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ 25 USDT. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് റഫ്ലി ഇങ്ങനെ പറയാം. ഇന്നിപ്പോ 93 രൂപ മുതൽ 94 രൂപ വരെയാണ് ഒരു USDTക്ക് വരുന്ന റേറ്റ്. ചിലർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 90 രൂപയ്ക്ക് കിട്ടും. കിട്ടുന്നവർ അവിടെ നിന്ന് ഉപയോഗിക്കുക, മേടിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു 25 USDT എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ റഫ് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 93 രൂപ അല്ലെങ്കിൽ 94 രൂപ ഒരെണ്ണത്തിന് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 25 USDT കൊടുത്തുകൊണ്ട് നമുക്ക് എന്തായി മാറാൻ കഴിയും? ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറാൻ കഴിയും. ഈ USDT കൊടുത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഞാൻ മാറി, അതുകൊണ്ട് ഞാൻ മിന്റിംഗ് സ്ലോട്ട് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുമ്പോൾ 3 ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കാം. എന്തൊക്കെയാണ് ആ 3 ആക്ടിവിറ്റി? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മിന്റിംഗ് പ്രോസസ്സ്, ട്രേഡ് പ്രോസസ്സ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോസസ്സ്. ഈ 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പം ഇതിന് നമുക്ക് എന്ത് രീതിയിലൊക്കെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തന്നെ ഇതേപോലെ നമ്മൾ $25 കൊടുത്ത് രജിസ്റ്റർ ചെയ്തതുപോലെ നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റാം, നമ്മളുടെ റെഫറൽ ലിങ്ക് കൊടുത്തുകൊണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ അവർ നമ്മളുടെ റെഫറൽ ലിങ്കിലൂടെയാണ് എന്ത് ചെയ്യുക? ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുക. അങ്ങനെ $25 കൊടുത്ത് നമ്മൾ ആരെയൊക്കെ കൊണ്ടുവന്നാലും ആരെയൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റിയാലും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വരുമാനമാണ് എന്ത്? റെഫറൽ ബോണസ് എന്ന് പറയുന്നത്. എത്രയാണ് റെഫറൽ ബോണസ്? $25 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന തുകയുടെ 50% സ്ട്രൈറ്റ് അവേ നമുക്ക് റെഫറൽ ബോണസ് ഉണ്ട്. നമുക്ക് 100 പേരെ പരിചയപ്പെടുത്തണോ, 1000 പേരെ പരിചയപ്പെടുത്തണോ, എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റാം. നമ്മൾ ഓരോരുത്തരെയും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവർ കൊടുക്കുന്ന $25 രജിസ്ട്രേഷൻ ഫീയുടെ 50%, അതായത് ഏകദേശം $12.5 നമുക്ക് നമ്മളുടെ ഇൻകമായിട്ട് അവര് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ ആണ് ഇൻകം വരുന്നത്. ഇത് സാധാരണ നമ്മൾ ഇൻകം വിഡ്രോ ചെയ്യാൻ നിൽക്കണം, അല്ലെങ്കിൽ കമ്പനി നമുക്ക് അയച്ചു തരാൻ നിൽക്കണം. ഇവിടെ ആ പ്രോസസ് ഒന്നുമില്ല. എല്ലാം സിസ്റ്റം ഓറിയന്റഡ് ആണ്. രജിസ്ട്രേഷൻ അവിടെ നടക്കുമ്പോൾ നമുക്ക് വരേണ്ട തുക നമ്മളുടെ വാലറ്റിൽ, നമ്മളുടെ പേഴ്സണൽ വാലറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റാമാസ്ക് അല്ലെങ്കിൽ എന്താ പറയുക ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, അയാം ടോക്കൺ, ഏത് വാലറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് വാലറ്റും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ബ്ലോക്ക് ചെയിൻ പോളിഗൺ ആയിരിക്കണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഏത് ക്രിപ്റ്റോ വാലറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ വാലറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ 50% എമൗണ്ട് നമ്മുടെ വാലറ്റ് വന്നിട്ടുണ്ടാവും. ബാലൻസ് 50% ടോക്കണിന്റെ റിസർവ് ഫണ്ടിലേക്ക് പോവുകയും ചെയ്യും. സോ നെക്സ്റ്റ് പേജിൽ. സോ ഇനി
ഞാൻ പറഞ്ഞു നമ്മൾ മെമ്പർ ആയി കഴിഞ്ഞു. മെമ്പർ ആയി കഴിഞ്ഞാൽ 3 പ്രോസസ്സ് ഉണ്ട്. ഈ 3 പ്രോസസ്സിലെ ആദ്യത്തെ പ്രോസസ്സാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്നത്, മിൻറ്റിംഗ് സ്ലോട്ട് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 സ്ലോട്ട് ഉണ്ട്. സ്ലോട്ട് നമ്പർ 1, 2, 3, 4 എന്ന് തുടങ്ങി 12 സ്ലോട്ടുകൾ. ഇതിനൊക്കെ ഓരോ എമൗണ്ടും ഉണ്ട്. ആ എമൗണ്ടിനനുസരിച്ച് അതിന് നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്ന, എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മിൻറ്റിംഗ് പവറും കൂടുതലായിരിക്കും. ആദ്യത്തെ സ്ലോട്ട് നോക്കൂ, $50 ആണ് ഫസ്റ്റ് സ്ലോട്ടിന്റെ റേറ്റ്. രണ്ടാമത്തെ സ്ലോട്ട് 100, മൂന്നാമത്തെ സ്ലോട്ട് 200, നാലാമത്തെ സ്ലോട്ട് 400, അഞ്ചാമത്തെ സ്ലോട്ട് 600, ആറാമത്തെ സ്ലോട്ട് 800. ഇതിങ്ങനെ 200ന്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും 2000 വരെ. പക്ഷെ ഇതിനകത്തൊരു കണ്ടീഷൻ ഉള്ളത്, നമുക്ക് ആദ്യത്തെ സ്ലോട്ട് പർച്ചേസ് ചെയ്ത് മാത്രമേ ഈ പറയുന്ന സ്ലോട്ട് പർച്ചേസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റൂ. നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പർ ആയി കഴിഞ്ഞു, എൻ്റെ കയ്യിൽ $2000 ഉണ്ട്, പോയിട്ട് 2000ന്റെ സ്ലോട്ട് ആദ്യമേ മേടിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് $2000 സ്ലോട്ട് മേടിക്കാം, പക്ഷെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യം 50ന്റെ സ്ലോട്ട് മേടിക്കുക, അത് കഴിഞ്ഞ് 100ന്റെ സ്ലോട്ട് മേടിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് 200ന്റെ സ്ലോട്ടിലേക്കും 400ന്റെ സ്ലോട്ടിലേക്കും പോകാൻ കഴിയുള്ളൂ. ഇനി പൈസ ഇത്രയും കയ്യിലില്ലാത്തവർക്ക് ഇപ്പൊ $50 മേടിച്ചു, ഞാൻ രണ്ടാമത് 100 മേടിക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല, പക്ഷെ വീണ്ടും ഒരു 50 കൂടെ എനിക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ 50ന്റെ സ്ലോട്ട് ഒൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ വേണോ ആ സ്ലോട്ട് വീണ്ടും 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 പർച്ചേസ് ചെയ്യാം. ഇനി നമ്മൾ 100ന്റെ സ്ലോട്ട് മേടിച്ചു, എനിക്ക് അടുത്ത് 200 മേടിക്കാനുള്ള കാശില്ല, 100 തന്നെ ഉള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഒൺസ് പർച്ചേസ് ചെയ്ത സ്ലോട്ട് നിങ്ങൾക്ക് എത്ര തവണ വേണോ എന്ത് ചെയ്യാം, റീപർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ സ്ലോട്ട് പർച്ചേസ് ചെയ്താൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? ഞാൻ പറഞ്ഞു, TNGD എന്ന് പറയുന്ന ടോക്കൺ മിന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. എത്രയാ കപ്പാസിറ്റി? അതിൽ ആ മിന്റിംഗ് സ്ലോട്ട്സ് ആൻഡ് ബെനിഫിറ്റിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് 0.6% ഡെയിലി. അതായത് നമ്മൾ എത്ര USDT കൊടുത്താണോ സ്ലോട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിന്റെ 0.6% വെച്ച് 365 ദിവസം നമുക്ക് ബോണസ് പോയിന്റ് ക്രെഡിറ്റ് ആവും. എന്താ ബോണസ് പോയിന്റ്? ബോണസ് പോയിന്റ് ഈസ് ഈക്വൽ ടു USDT ആണ്. നമുക്ക് മിന്റ് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടിയേ പറ്റൂ? ബോണസ് പോയിന്റ് കിട്ടിയേ പറ്റൂ. ഈ ബോണസ് പോയിന്റ് കിട്ടുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സ്ലോട്ട്, ഇപ്പൊ നമ്മൾ 50ന്റെ സ്ലോട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിന്റെ 0.6%, എത്ര കാൽക്കുലേറ്റ് ചെയ്യൂ, 0.3 ആണ് 50ന്റെ 0.6% എന്ന് പറയുന്നത്. അപ്പൊ 0.3 ആണ് നമുക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ബോണസ് പോയിന്റ്. ഇത് നമുക്ക് എല്ലാ ദിവസവും നമ്മളുടെ ഈ പറയുന്ന ഫോട്ടോസാ പ്രൈം എന്ന് പറയുന്ന നമ്മളുടെ പ്ലാറ്റ്ഫോമിന്റെ ഡാഷ്ബോർഡ് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ സമയത്തും അവിടെ ഈ മിന്റിംഗ് പ്രോസസ്, ഈ പറയുന്ന ബോണസ് പോയിന്റ് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കും. പല സമയത്തായിട്ട് ഇത് ക്രെഡിറ്റ് ചെയ്യും. ഓരോ 24 മണിക്കൂറും കംപ്ലീറ്റ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 0.6% എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ 365 ദിവസം ഈ പറയുന്ന സ്ലോട്ടിൽ നമുക്ക് ഈ 0.6% വെച്ച് ബോണസ് പോയിന്റ് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലെ പർച്ചേസിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ലോട്ടുകൾ, ഫസ്റ്റ് സ്ലോട്ട്, സെക്കൻഡ് സ്ലോട്ട്, തേർഡ് സ്ലോട്ട് തുടങ്ങി 12 സ്ലോട്ടുകളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക കഴിവനുസരിച്ച്, നമ്മളുടെ ഫിനാൻഷ്യൽ പർച്ചേസിംഗ് പവർ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. സർ നെക്സ്റ്റ് പേജിലേക്ക് പോവോ. അടുത്ത ഇൻകം എന്ന് പറയുന്നത് ടേബിൾ ടീം ബോണസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സ്ലോട്ട് മേടിച്ചല്ലോ, ഈ സ്ലോട്ട് മേടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ ഇതേപോലെ സ്ലോട്ട് മേടിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വിൽക്കുന്ന സാധനം എന്താ, സ്ലോട്ടാണ് വിൽക്കുന്നത്. നമുക്ക് വിൽക്കാൻ നമ്മുടെ കയ്യിലിരിക്കുന്നത് സ്ലോട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഈ സ്ലോട്ട് വിറ്റു. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഈ ബിസിനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു, ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ഈ സ്ലോട്ട് മേടിക്കാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു, ഫസ്റ്റ് $50 ഒരു സ്ലോട്ട് മേടിച്ചു. നമ്മളുടെ കയ്യിൽ 2 ടൈപ്പ് വരുമാനങ്ങളാണ് ഈ സ്ലോട്ട് പർച്ചേസിൽ നമുക്ക് കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുക. ഈ $50 സ്ലോട്ട് പർച്ചേസിന് കിട്ടുന്ന ഇൻകമാണ് ടേബിൾ ടീം ബോണസ്. അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ടേബിൾ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഈ ടേബിളിന് 4 ലെവലുകളാണുള്ളത്. ഫസ്റ്റ് ലെവലിൽ 2 ബോക്സുകളുണ്ട്, സെക്കൻഡ് ലെവലിൽ 4 ബോക്സുകളുണ്ട്, തേർഡ് ലെവലിൽ
8 ബോക്സുകളുണ്ട്. 4th ലെവലിൽ 16 ബോക്സുകളുണ്ട്. സോ നമ്മൾ ഓരോ വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ഈ സ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ബോക്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് പോകും. സോ നമ്മൾ ആദ്യത്തെ 2 വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഈ ടേബിളിന്റെ ആദ്യത്തെ 2 ബോക്സുകളിലായിരിക്കും വരിക. സോ അപ്പോൾ ഫസ്റ്റ് 2 ബോക്സ് ഫില്ലാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അയാൾ സ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട്, അതായത് $50 സ്ലോട്ടിന് മാത്രമാണ് ടേബിൾ ടീം ബോണസ് ഉള്ളത്. ബാക്കി ഒരു സ്ലോട്ടിന്റെ പർച്ചേസിനും ടേബിൾ ടീം ബോണസ് ഇല്ല. അപ്പൊ ആ വ്യക്തി ഫസ്റ്റ് $50 സ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ 10%, അതായത് ഓൾമോസ്റ്റ് $5 നമ്മളുടെ വാലറ്റിലേക്ക് എത്തിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിഡ്രോ ചെയ്യാൻ നിങ്ങൾ നടക്കണ്ട. കമ്പനി എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനമോ നമുക്ക് ഇത് അയച്ചു തരാൻ വേണ്ടി നമ്മൾ നടക്കണ്ട. അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യും. ആരാണോ ഇത് പർച്ചേസ് ചെയ്യിപ്പിച്ചത് അയാൾക്ക് പോവേണ്ട 10% എവിടേക്ക് വരും? കൃത്യമായിട്ട് നമ്മളുടെ വാലറ്റിലേക്ക് വരും. രണ്ടാമത്തെ വ്യക്തി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അയാൾ സെക്കൻഡ് സ്ലോട്ടിലേക്ക് വന്നു. എഗെയിൻ 10% നമുക്ക് കിട്ടി. ഇനി വരുമാനം വരാൻ 2 സാധ്യതകളുണ്ട്. ഒന്ന്, നമ്മൾ ഈ കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്യിപ്പിച്ച ആളുകൾ അവരുടെ സ്ലോട്ട്, അവർക്കും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയതുപോലെ ടേബിൾ അവർക്കും ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് ലെവലായിട്ടാണ് ഇതിനകത്ത് വരിക. അപ്പൊ അവര് കൊണ്ടുവന്നാലും സെക്കൻഡ് ലെവലിലെ 4 പൊസിഷൻ ഫില്ല് ചെയ്യപ്പെടും. ഇല്ല നമ്മൾ തന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്താലും സെക്കൻഡ് ലെവലിലെ പൊസിഷനിലേക്ക് ആള് വരും. ആ ലെവലിലുള്ള 4 പൊസിഷനുകളിൽ 6 പൊസിഷനിലേക്കുള്ള ഒരാൾ വന്നു എന്ന് വിചാരിച്ചു. വരുമ്പോ തന്നെ ആക്ടിവേറ്റ് ആവുകയും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ, ഓരോ വ്യക്തികളിൽ നിന്നും 15% വരുന്നത്. അതായത് നമ്മൾ കൊണ്ടുവന്ന നമ്മളുടെ സുഹൃത്ത് ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വ്യക്തി $50 സ്ലോട്ട് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ആ $50 സ്ലോട്ട് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് പർച്ചേസ് നടന്നാൽ എഗെയിൻ അതിന്റെ 15% ആണ് നമുക്ക് ഇൻകം ആയിട്ട് അവിടെ നിന്ന് വരിക. സോ ആ പറയുന്ന 4 പേര് വരുമ്പോഴും 4 പൊസിഷൻ ഫില്ല് ചെയ്യപ്പെടുമ്പോഴും ഓരോ വ്യക്തികളുടെ $50 നിന്നും 15% എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $7.5 വെച്ചിട്ട് ഓരോ പ്ലേസ് ഫില്ല് ചെയ്യപ്പെടുമ്പോഴും നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇവർ കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾ പർച്ചേസ് ചെയ്താലും നമ്മൾ പേഴ്സണലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ പർച്ചേസ് ചെയ്താലും ഈ 8ഉം 16ഉം ഒക്കെ ഫില്ലാവുമ്പോൾ 8ന്റെ സ്ലോട്ട് ഫില്ലാവുമ്പോൾ ഓരോ വ്യക്തികളിൽ നിന്ന് 20%വും 16ന്റെ സ്ലോട്ടില് ഓരോരുത്തർ ഫില്ല് ചെയ്യുമ്പോൾ ഓരോരുത്തരിൽ നിന്നും 25%മാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഈ ടോട്ടൽ 30 പേരുള്ള ഒരു ടേബിൾ ആണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മളും നമ്മളുടെ സുഹൃത്തുക്കളും അടങ്ങുന്നതാണ് ഈ ടേബിൾ. അതിന് ഓരോ പൊസിഷൻ ഫില്ല് ചെയ്യുമ്പോഴും അത് ഏത് ലെവലിലാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കൃത്യമായി അതാത് സമയത്ത് വരും. ടോട്ടൽ നോക്കുകയാണെങ്കിൽ എത്ര വരുന്നുണ്ട്? അതായത് ഇപ്പോൾ ഫസ്റ്റ് ലെവലിലെ 10%, സെക്കൻഡ് ലെവലിലെ 15%, തേർഡ് ലെവലിലെ 20%, ഫോർത്ത് ലെവലിലെ 25%, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ വെറും $50 സ്ലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും, $50 സ്ലോട്ടിലുള്ളവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ 640%, ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ $320 നമുക്ക് വരുമാനമായിട്ട് അതിൽ കിട്ടും. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ഈ 16 പേരുടെ സ്ലോട്ട്, അതായത് ഏറ്റവും അവസാനത്തെ ലെവലിലുള്ള 16 പേരുടെ സ്ലോട്ടിലെ ഏറ്റവും അവസാനത്തെ 4 പേരുടെ വരുമാനം 12 വെച്ചുള്ള 4 പേരുടെ 25% ഉള്ള ഇൻകം കമ്പനി ഈ പറയുന്ന സിസ്റ്റം നമുക്ക് തരുന്നതിന് പകരം ആ 12 വെച്ചുള്ള 4 സ്ലോട്ടിന്റെ എമൗണ്ട് ആയിട്ടുള്ള $50 ഒരു പുതിയ ടേബിളിന്റെ ടോപ്പിൽ നമുക്കൊരു പൊസിഷൻ തരും. അത് നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയി കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന് എന്തില്ല, മിന്റിങ് പവർ കിട്ടില്ല. മിന്റിങ് പവർ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സ്ലോട്ടിന് മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും നമുക്ക് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മളുടെ ടീമിലുള്ള ആളുകൾ ഈ പറയുന്ന ടേബിളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്കും നമ്മളുടെ ഈ പറയുന്ന പുതിയ ടേബിളിലേക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായി വരികയും ഇതേ വരുമാനം നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ എന്തില്ല, രണ്ടാമത് കിട്ടുന്നതിന് മിന്റിങ് പവർ ഇല്ല. ഇനി നമുക്ക് അടുത്ത നമ്മളുടെ വരുമാനത്തിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ് എടുക്കാവോ? ഹൈബ്രിഡ് ടീം ബോണസ്. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന $50 പർച്ചേസ് മാത്രമാണ് എന്തിലേക്ക് വരുന്നത്, നമ്മൾ ഈ പറഞ്ഞ ടേബിൾ ടീം ബോണസിലേക്ക് വരുന്നത്.
അത് മുതൽ 100 മുതൽ 2000 വരെയുള്ള ഏത് സ്ലോട്ടിലേക്കുള്ള കാര്യങ്ങൾ എടുത്താലും പിന്നീട് വർക്ക് ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് ടീം ബോണസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ ടീം ബോണസിൽ 2 പേര് കഴിഞ്ഞ് മൂന്നാമതൊരാളെ നമ്മൾ പേഴ്സണലി പരിചയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫസ്റ്റ് ലെവലിൽ വരാൻ പറ്റില്ല. അയാൾ എവിടെ വരൂ? സെക്കൻഡ് പൊസിഷനിലുള്ള ലെവലിലേ വരൂ. പക്ഷേ ഇതേ വ്യക്തി $100 പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ എത്ര പേരെ നമ്മളുടെ റെഫറൽ ലിങ്ക് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്പോൺസർ ലെവലിലാണ് വരിക. ഇപ്പൊ നമ്മൾ 30 പേരും ആ ബോർഡിലുള്ള 30 പേരെയും നമ്മൾ പേഴ്സണലി പരിചയപ്പെടുത്തിയവരാണ്. അതായത് നമ്മൾ 30 പേരെയാണ് ഈ പ്രൊജക്ടിലേക്ക് ഡയറക്റ്റ് പരിചയപ്പെടുത്തിയെങ്കിൽ ആ 30 പേരും $100 സ്ലോട്ടോ അതിന് മുകളിലേക്കുള്ള ഏത് സ്ലോട്ടോ മേടിച്ചോട്ടെ, അത് നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവര് മേടിക്കുന്ന സ്ലോട്ടിന്റെ 10% നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഈ വ്യക്തികൾ, അത് നമ്മൾ കൊണ്ടുവന്ന നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകൾ, അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ലോകത്തുണ്ടാവും. അവരെ ഈ പ്രൊജക്ടിലേക്ക് കൊണ്ടുവരുന്നു, കാര്യങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്യുന്നു. അവര് $100 പർച്ചേസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ലെവൽ 1 അല്ലെങ്കിൽ ആയതുകൊണ്ട് 10% കിട്ടുന്നതോടൊപ്പം അതിൽ നിന്ന് നമുക്ക് 15% കിട്ടും. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുള്ള പല പ്രൊജക്ടുകളിലും ഇത് നേരെ തിരിച്ചായിരിക്കാം. പക്ഷെ ഇവിടെ ഫസ്റ്റ് ലെവലിൽ നിന്ന് 10% ആണെങ്കിൽ സെക്കൻഡ് ലെവലിൽ നിന്ന് 15%. ഇനി ആ വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ നമ്മളുടെ മൂന്നാമത്തെ ജനറേഷനാണ്. ആ മൂന്നാമത്തെ ജനറേഷനിൽ നിന്ന് 20%, നാലാമത്തെ ജനറേഷനിൽ നിന്ന് 20%ആണ് നമുക്ക് വരുമാനം വരിക. അതായത് ഈ പറയുന്ന 4 ജനറേഷനിലുള്ള വ്യക്തികളെ ഇപ്പൊ വ്യക്തിപരമായി ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയം ഉണ്ടാവും, അയാളുടെ സുഹൃത്തിനെ പരിചയം ഉണ്ടാവും, അതിനടുത്തൊരു സുഹൃത്തുക്കൾ, അത് കഴിഞ്ഞ് പിന്നീട് കൊണ്ടുവരുന്നവരൊന്നും നമുക്ക് ഡയറക്റ്റ്ലി പരിചയം ഉണ്ടാവുകയോ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ 4 ജനറേഷനിൽ വരുന്ന ആളുകൾ സെക്കൻഡ് സ്ലോട്ടായ 100 മുതൽ 2000 വരെയുള്ള ഏത് സ്ലോട്ട് പർച്ചേസ് ചെയ്താലും ഈ പറയുന്ന 10%, 15%, 20%, 20% ഈ ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡ് ബോണസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഒരു ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഈ ഹൈബ്രിഡ് ബോണസ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വരുമാനത്തിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതായത് വെറും ഇതിലിപ്പോ നമ്മളുടെ ഫസ്റ്റ് ലെവൽ സ്പോൺസറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 പേരെ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 10 പേര് നമ്മൾ ഇതേ പ്രൊസീജിയർ പഠിപ്പിച്ച് അവരെ കൊണ്ട് ഇതേ സാധനം നമ്മൾ താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. 10 പേരെ കൊണ്ടുവന്നാൽ എത്രയായി? രണ്ടാമത്തെ ലെവലിൽ 10 × 10 100 പേരുടെ ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ലെവലിലും ഇതേ പരിപാടി തന്നെ നമ്മൾ ചെയ്യുന്നു. ഈ 100 പേരെ കൊണ്ടും പുതിയ 10 പേരെ ക്രിയേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും 1000 പേരുടെ ടീം നമ്മളുടെ തേർഡ് ലെവലിൽ വരും. ഇതേ 1000 പേരെ കൊണ്ടും നമ്മൾ ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേഷൻ 10 പേരുടെ പ്രോസസ് ചെയ്യുന്നു. അപ്പം നമ്മളുടെ നാലാമത്തെ ലെവൽ 10000 പേരായി. അപ്പൊ ടോട്ടൽ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ലെവലിൽ 10, സെക്കൻഡ് ലെവലിൽ 100, തേർഡ് ലെവലിൽ 1000, ഫോർത്ത് ലെവലിൽ 10000. ടോട്ടൽ കൂട്ടി എത്രയായി? 11110 ആളുകൾ. ഇത് ഞാൻ പറയുമ്പോൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചിന്തിക്കും, ഓ ഞാൻ ഫണ്ട് ചെയ്ത പ്രൊജക്റ്റിൽ എനിക്ക് 25,000 പേരുടെ ടീം ഉണ്ടായിരുന്നു, 50,000 പേരുടെ ടീം ഉണ്ടായിരുന്നു, 1,00,000 പേരുടെ ടീം. സുഹൃത്തെ, ഈ പ്രൊജക്റ്റ് നിങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട. ഈ പറയുന്ന 10ന്റെ ഒരു 4 ജനറേഷൻ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ചെറിയ വരുമാനത്തെ കുറിച്ചാണ്. അതായത് ഹൈബ്രിഡ് ബോണസ് എന്ന് പറയുന്ന ഒരൊറ്റ ബോണസിൽ ഈ പറയുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഈ കമ്പനിക്ക് മേടിച്ചു കൊടുക്കണ്ട, ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരണ്ട. വെറും $100 ഈ പറയുന്ന 11,000 വരുന്ന നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ടോപ്പ് അപ്പ് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ സ്ലോട്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ് ആ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് എത്രയാ? 10%. സെക്കൻഡ് ലെവലിൽ വരുന്നത് എത്രയാ? 15%. തേർഡ് ലെവലിലും ഫോർത്ത് ലെവലിലും 20%. സോ 10 പേര് $100 സ്ലോട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ ചെയ്തു. 10% വെച്ച് എത്ര ടോട്ടൽ കിട്ടി നിങ്ങൾക്ക്? 10 പേരിൽ നിന്ന് $10 വെച്ച് $100. സെക്കൻഡ് ലെവൽ നോക്കൂ, 100 പേരിൽ നിന്ന് 15% വെച്ചാൽ 100ന്റെ 15% $15. 100 പേരിൽ നിന്ന് $15 വെച്ച് $1,500. തേർഡ് പൊസിഷനിൽ നോക്കൂ, 1000 പേരിൽ നിന്ന് 20% പറഞ്ഞാൽ $20. അപ്പൊ ടോട്ടൽ $20,000. ഫോർത്ത് ലെവലിലോ 10,000 പേരിൽ നിന്ന് 100ന്റെ 20% വെച്ച് $20, 10,000 × $20 $2,00,000. ടോട്ടൽ നോക്കിയാൽ $2,21,600.
ഇന്നത്തെ 93 രൂപ 94 രൂപയൊക്കെ അവിടെ നിൽക്കട്ടെ, വെറും 90 രൂപയായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 1,99,00,000 രൂപയാണ് നിങ്ങളുടെ വരുമാനമായി വരുന്നത്. എന്തിന്? ലക്ഷക്കണക്കിന് ആളുകൾ വേണ്ട, അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മേടിക്കേണ്ട. വെറും $100 സ്ലോട്ട് ഈ പറഞ്ഞ 4 ലെവലിലുള്ള 10,000 പേര് വരുന്ന ടീമിൽ നിന്ന് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം 2 കോടി രൂപ. ഇതേ ആളുകൾ 200 സ്ലോട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്താലോ ഈ 2 കോടി എന്നുള്ളത് 4 കോടിയിലേക്ക് മാറും. ഇതൊരിക്കലല്ല കിട്ടുക. സ്വാഭാവികമായിട്ട് ഒരു $100 നമ്മളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ലോട്ട് പർച്ചേസിന് വന്നൊരു വ്യക്തിക്ക് കൃത്യമായി ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിയേറ്റ് ചെയ്ത ടോക്കൺ കൃത്യമായി വിൽക്കാനുമുള്ള സപ്പോർട്ട് ആൻഡ് സർവീസ് നമ്മൾ കൊടുത്ത് അയാൾക്ക് കൃത്യമായി ലാഭം കിട്ടിയാൽ അടുത്ത വർഷം ഈ എഗ്രിമെന്റ് കഴിയുമ്പോൾ 365 ദിവസം കഴിയുമ്പോൾ അയാൾ വീണ്ടും സ്ലോട്ട് പർച്ചേസ് ചെയ്യുമോ ചെയ്യൂലേ? നമ്മുടെ നാട്ടിലെ ആളുകളുടെ രീതി വെച്ചിട്ട് കൃത്യമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്താൽ ഇതേ 2 കോടി വീണ്ടും അക്കൗണ്ടിൽ വരും. അതായത് ഒരു വർഷം കൊണ്ട് പണിയെടുത്ത് നല്ലൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും സർവീസും കൊടുത്താൽ ഈ പറയുന്ന 12 സ്ലോട്ടും അവൻ പർച്ചേസ് ചെയ്താൽ എല്ലാ വർഷവും കോടികൾ, അതായത് ഒരു 160 കോടി രൂപയാണ് ഈ 12 സ്ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം. ഇത് കൃത്യമായിട്ട് എല്ലാ വർഷവും മേടിച്ചു വെക്കാൻ പറ്റുന്ന അത്രയും കപ്പാസിറ്റിയും ഡെപ്തുമുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതല്ലേ അത് എന്ന് ചോദിക്കരുത്. ഇതല്ല അത്, ഇത് തന്നെയാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇനി നമുക്ക് ഇതിനകത്തൊരു 2-3 ഇൻകം കൂടെ ഉണ്ട്. നമുക്ക് അതുകൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. സാർ അടുത്ത ഇൻകത്തിലേക്ക് പോകും. കരിയർ ഡിവിഡൻഡ്. നമുക്കിവിടെ 100 കണക്കിന് റാങ്ക് ഒന്നുമില്ല, വെറും 4 റാങ്കുകൾ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട്, റെഡ് ഡയമണ്ട്, അംബാസിഡർ. അതിൽ ഫസ്റ്റ് റാങ്കിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. അതായത് ബ്ലൂ ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്യാൻ എന്താണ് ക്രൈറ്റീരിയ? സിമ്പിൾ ആണ്. നമ്മൾ ആദ്യത്തെ 4 സ്ലോട്ട് പർച്ചേസ് ചെയ്തിരിക്കണം. 50ന്റെ സ്ലോട്ട്, 100ന്റെ സ്ലോട്ട്, 200ന്റെ സ്ലോട്ട്, 400ന്റെ സ്ലോട്ട്. ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ നിങ്ങൾ 40 വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. $50 സ്ലോട്ടെങ്കിലും അവർ പർച്ചേസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നവരിൽ നിന്ന് $50,000 ബിസിനസ് കമ്പനിയിലേക്ക് വരണം. ഇതിലേത് നടന്നാലും നിങ്ങൾ ആദ്യത്തെ റാങ്കായ ബ്ലൂ ഡയമണ്ടിലേക്ക് എത്തും. ഈ റാങ്കിലേക്ക് എത്തിയാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് എല്ലാ മാസവും 20-ാം തീയതി ഈ കരിയർ ഡിവിഡൻഡ് പൂളിൽ നിന്ന് ഒരു വരുമാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എത്ര ബ്ലൂ ഡയമണ്ട്സ് ഉണ്ടോ ആ ബ്ലൂ ഡയമണ്ട്സിന് ആ പൂളിൽ വരുന്നെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യും. ക്രൗൺ ഡയമണ്ട്സിന്റെ പൂളിൽ വരുന്നത് ക്രൗൺ ഡയമണ്ട്സിന് ഡിവൈഡ് ചെയ്യും. റെഡ് ഡയമണ്ട്സിന്റെ പൂളിൽ വരുന്നത് റെഡ് ഡയമണ്ട്സിന് ഡിവൈഡ് ചെയ്യും. അംബാസിഡറിന്റെ പൂളിൽ വരുന്നത് അംബാസിഡറിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇത് മാസവും 20-ാം തീയതി ആരാണോ ഇത് അച്ചീവ് ചെയ്യുന്നതുള്ളത് ഈക്വലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതാണ് കരിയർ ഡിവിഡൻഡ് പ്ലാൻ. സാർ നമ്മുടെ ലാസ്റ്റ് പ്ലാൻ, നമ്മുടെ ലക്കി ഡ്രോ എന്ത് ചെയ്തു സാറ്? മെഗാ ജാക്ക്പോട്ട്. ഇത് ഈ പറയുന്ന നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്ത് എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ജാക്ക്പോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന സ്ലോട്ട് പർച്ചേസ് നടത്തുന്ന എല്ലാ പർച്ചേസ് നടക്കുമ്പോഴും ഒരു ചെറിയ എമൗണ്ട് ഈ പറയുന്ന ജാക്ക്പോട്ട് പൂളിലേക്ക് മാറുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി രാവിലെ ഒരു 10 മണിക്കും 11 മണിക്കും വരെയും സിസ്റ്റം ഒരു ലക്കി ഡ്രോ നടത്തും. ആരെങ്കിലും ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അത് അടിക്കുകയും ചെയ്യും. ആ ജാക്ക്പോട്ട് പൂളിൽ എത്ര എമൗണ്ട് ഉണ്ടോ അത് അയാൾക്ക് കൃത്യമായി അയാളുടെ വാലറ്റിലേക്ക് എത്തും. ഇതിൽ എന്തില്ല, ഈ പറയുന്ന സാധനത്തിന് റിപ്പീറ്റേഷനും ഉണ്ട്. നമുക്ക് ഒരിക്കൽ മാത്രം ഭാഗ്യം കിട്ടുന്നതല്ല. നമ്മൾ ഒരിക്കൽ അടിച്ച പിന്നെ കൊടുക്കൂല, അങ്ങനെ സംഭവമില്ല. എല്ലാ മാസവും ഈ പറഞ്ഞ ലക്കി ഡ്രോയിൽ എത്ര പേര് എൻട്രി ചെയ്തിട്ടുണ്ടോ അത്രയും പേരുടെ ഐഡീസ് എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ജാക്ക്പോട്ടിൽ അത് വീണ്ടും വീണ്ടും അടിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ 2 ജാക്ക്പോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് കിട്ടിയ ആളുകളുണ്ട്. നമുക്ക് വ്യക്തിപരമായി ആർക്കാണ് ഇത് കിട്ടിയെന്ന് അറിയാൻ കഴിയില്ല. ബാലറ്റ് അഡ്രസ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ വ്യക്തികൾ സ്വയം പറഞ്ഞാൽ ഇത് എനിക്കാണ് കിട്ടിയത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ
ജാക്ക് പോട്ട് കിട്ടിയ ആളിനെ നമ്മൾ ഒരു മീറ്റിംഗിൽ ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പുള്ളി വെറും $50 എൻട്രി മാത്രം അടിച്ച ഒരു വ്യക്തിക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ജാക്ക് പോട്ട് കിട്ടിയത്. സോ സർ, നെക്സ്റ്റ് പേജ്. ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവ് ഡെക്സ്. ഇത് കുറച്ച് വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു സംവിധാനമാണ്. വളരെ സിമ്പിളായി നമുക്ക് പറയാം, ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ അതെല്ലാം നമ്മുടെ ഡെറിവേറ്റീവ് ഡെക്സിലുണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ടോക്കൺസ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ബിഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അതാത് ദിവസത്തെ ബേസ് പ്രൈസിനാണ് ടോക്കൺ കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് അവിടെ കൂടിയ വിലയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ആ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ച് മേടിക്കാൻ അവിടെ ഒരുപാട് ബയേഴ്സ് ഉണ്ടെങ്കിൽ ആ ബയേഴ്സിലൂടെ നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ബയേഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് റിസർവ് ഫണ്ടിൽ നിന്ന് ടോക്കൺ തന്നുകൊണ്ട് നമ്മളുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടോക്കൺ ബേൺ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഡെക്സ് എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ട്രേഡ് ചെയ്തിട്ടുള്ള, ട്രേഡിനെ കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും മാത്രമാണ് അത് ബ്ലോക്ക് ചെയിൻ ത്രൂ നടക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മളുടെ ഫണ്ട്, ഞാൻ ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, നമ്മളുടെ ഫണ്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിലായിരിക്കും. അവിടുത്തെ പ്രത്യേകത, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോം, ഇപ്പോൾ വെസീർ എക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിരുന്നു ക്രിപ്റ്റോയുടെ, വെസീർ എക്സ് ഹാക്ക് ചെയ്യപ്പെട്ടു. കാരണം അതൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്, അതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ല. പക്ഷെ ഡെറിവേറ്റീവ് ഡെക്സിന്റെ പ്രത്യേകത, ഇത് 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ട്രേഡ് നടത്തുന്നത് ഞാൻ എൻ്റെ വാലറ്റിൽ നിന്നും വിൽക്കുന്ന ആളിന്റെ വാലറ്റിൽ നിന്നും ഡയറക്റ്റ് P2P ട്രേഡാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഈ ഡെറിവേറ്റീവ് ഡെക്സ് ഹാക്ക് ചെയ്ത് നമ്മളുടെ അസറ്റ് അടിച്ചു മാറ്റാൻ ഒരു ഹാക്കറിനും സാധിക്കില്ല. സോ ഈ ബെനിഫിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സർ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? PPT-യിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. സോ നിങ്ങൾക്ക് നമുക്ക് ഒരു ആവറേജ് കാര്യങ്ങൾ, ഒരു ഓൺ ആൻഡ് ആവറേജ് കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഈ പ്രോഗ്രാമിൽ നിന്ന് വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ഇപ്പൊ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് അലോട്ട് ചെയ്യാം. കാര്യം നമുക്ക് 10:30-ക്ക് വേറൊരു സെഷൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം ഡിലേ ആക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ദീപക് ജി, ആ ആ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കാണുന്ന പല പ്രാവശ്യമായി പലരും പറയുന്നത്. കഴിഞ്ഞ സൂമിൽ നമ്മൾ കാണിച്ചു. അതൊന്ന് ഓക്കെ. അതൊന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. കാരണം അതെല്ലാവരും അപ്പൊ അറിഞ്ഞിരിക്കുന്ന. ഒരു സെക്കൻഡ്, നിങ്ങളുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ ഒരുപാട് പേരുടെ നിർദ്ദേശം വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ നമ്മളുടെ നാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള പ്രതീഷ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ മിന്റിങ് പ്രോസസ്സും അതെങ്ങനെയാണ് ബ്ലോക്ക് ചെയിനിലൂടെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രതീഷ്. അതായത് നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ദീപക് ജി വളരെ ഭംഗിയായി ഈ പ്രൊജക്റ്റിനെ കുറിച്ച് വിവരിച്ചു. അതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഈ ടോക്കൺ മിൻറ്റിങ് യഥാർത്ഥ മിൻറ്റിങ് ആണോ അല്ലെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇതിൽ ഇനീഷ്യലി എത്ര ടോക്കണാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതെന്ന് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇതെല്ലാം ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആണ്. അതേമാതിരി ടോട്ടൽ എത്ര ടോക്കൺ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതിൽ എത്ര പേരുടെ കയ്യിലുണ്ട്, മിൻറ്റിങ് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ. അതേമാതിരി ഇപ്പോൾ ഡെറിവേറ്റീവ് ഡെക്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നടക്കുന്നത് P2P ട്രേഡിംഗ് ആണ്. P2P ട്രേഡിംഗ് ആണെങ്കിൽ ആക്ച്വലി ആ ബ്ലോക്ക് ചെയിനിൽ വരേണ്ടതാണ്. അത് വരുന്നുണ്ടോ, ഇത് നമ്മളും ഇത് കണ്ടുപിടിക്കാൻ അറിയണം. എവിടെയാണ് ഇത് കാണാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ മറ്റുള്ളവർക്ക് ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ബ്ലോക്ക് ചെയിനിലേക്ക് പോകാം. tesongold.com എന്ന് പറയുന്ന ടോക്കണിൻ്റെ സൈറ്റിലാണ് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇതാണ് നമ്മുടെ ടെസോൺ ഗോൾഡ് എന്ന് പറയുന്ന നമ്മുടെ ടോക്കണിൻ്റെ മെയിൻ വെബ്സൈറ്റ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക്
ഈ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, കോൺട്രാക്ട്സ്. ആ കോൺട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസോൺ TNGDയുടെ സ്മാർട്ട് കോൺട്രാക്റ്റ് കാണാം. ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പോകുന്നത് പോളിഗോൺ ബ്ലോക്ക് ചെയിനിലായിരിക്കും. ഞാൻ പറഞ്ഞു പോളിഗോൺ ബ്ലോക്ക് ചെയിനിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ പോളിഗോൺ ബ്ലോക്ക് ചെയിനിൽ പോയി കഴിഞ്ഞാൽ ടോക്കൺ ട്രാക്കർ, ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ടോക്കനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ ലോഗോ ഉണ്ട്, ടെസോൺ ഗോൾഡ് ബ്രാക്കറ്റിൽ TNGD എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ദിവ്യക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ 14,939 ടോക്കണെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ലിസ്റ്റ് കാണാം. ആരുടെ വാളറ്റിൽ, ആരുടെ എന്ന് പറയാൻ പറ്റില്ല. ജലീൽജി, ഹലോ ഹലോ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, താങ്കൾ കൈ പൊക്കി. ഹലോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്. ഓക്കെ, നോ ഇഷ്യൂ. ഞാൻ മ്യൂട്ടഡ് ആയിരുന്നു സാർ, എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? വീണ്ടും അൺമ്യൂട്ടായോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ, ഇവിടെ ഈ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആരുടെ കയ്യിൽ, ആരുടെ എന്നല്ല, ഏത് വാളറ്റിലാണ് എത്രയൊക്കെ ടോക്കൺ ആണ് എന്നൊരു ലിസ്റ്റ് കാണാം. ഇവിടെ 4ാമത്തെ പൊസിഷനിലേക്ക് തള്ളപ്പെട്ടു നമ്മുടെ ടെസോൺ ഗോൾഡ് ഡെവലപ്പർ, വെറും 1000 ടോക്കൺ. അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പബ്ലിക് മിൻറ്റ് ചെയ്ത് തുടങ്ങി. ടോപ്പ് 3980 സംതിങ് അങ്ങനെ വന്ന് ഓരോ വാളറ്റിലും ഉള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ട ടോക്കണുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് യഥാർത്ഥത്തിൽ മിൻഡിംഗ് ആണോ നടക്കുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഞാൻ പറഞ്ഞു, ട്രേഡിംഗ്, എക്സിക്യൂട്ടീവ് ട്രേഡ് 9 മിനിറ്റിന് മുന്നേ ഒരാൾ ട്രേഡ് ചെയ്തു. P2P ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ബ്ലോക്ക് ചെയിനിൽ വന്നത്. കണ്ടോ, ഈ വാളറ്റിൽ നിന്ന് ഈ വാളറ്റിലേക്ക്, അതുമാതിരി തന്നെ ഈ വാളറ്റിൽ നിന്ന് ഈ വാളറ്റിൽ 10 ടോക്കണിൻ്റെ ട്രേഡിംഗ് ആണ് നടത്തിയത്. ഇത് ഫീസ് 2% കട്ടായി. അങ്ങനെയെല്ലാം നെക്സ്റ്റ് മിൻറ്റ് TNGD ആരാണ് മിൻറ്റ് ചെയ്തത്? അതാ 3 മണിക്കൂർ മുമ്പ് മിൻറ്റ് ചെയ്യപ്പെട്ട ടോക്കൺ നൾ എന്ന് പറയുന്ന ഒരു 00 വെക്ക, അതായത് ഫ്രഷ് ടോക്കൺ ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഏത് അക്കൗണ്ടിൽ പോയി, ഇത് നിങ്ങളുടെ ആണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ഈ വാളറ്റ് അഡ്രസ്സ് താങ്കളുടെ ഉണ്ടാവും, താങ്കളുടെ കയ്യിൽ ഈവൻ 0.001 ടെസോൺ ഗോൾഡ് ടോക്കൺ ഉണ്ടെങ്കിലും നമ്മുടെ വാളറ്റ് അഡ്രസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിനിൽ അത് കാണാൻ സാധിക്കും. ഇവിടെ ഈച്ച് ആൻഡ് എവറി മിൻറ്റിങ് നടക്കുന്നു, ഫ്രഷ് ടോക്കൺ ക്രിയേറ്റ് ആകുന്നു. അത് എത്ര ടോക്കൺ ആണ് അത് ഇതിലേക്ക് പോകുന്നത്, അതിന് ഹാഷും ഉണ്ട് ഇവിടെ. ഈ ഹാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഫീസ് എത്രയാണ് ആയത്, എത്ര ടോക്കൺ എടുത്തത്, ആർക്കാണ് കിട്ടിയത്, എല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ടെസോൺ ഗോൾഡ് ടോക്കൺ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. അതായത് റിയൽ മിൻറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, റിയൽ P2P ട്രേഡിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതിനൊരു കാര്യം ഓർമ്മ വയ്ക്കുക, tesonggold.com തുറക്കുക, അവിടെ TNGDയുടെ ലോഗോ ഉണ്ടാവും, അവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസോൺ ഗോൾഡിൻ്റെ ലോഗോ ഏകദേശം മിഡിലായിട്ടാണ് അത് കാണുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് കൺവേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ആരാണോ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആ വ്യക്തികളോട് ചോദിക്കുക. മിൻറ്റിങ് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലൈവ് മിൻറ്റിങ് കാണിച്ചു. ഇപ്പോൾ ഇനി അടുത്ത ആഴ്ചയെ കാണിക്കാൻ പറ്റുള്ളൂ, കാരണം വൺസ് ഇൻ എ വീക്കാണ് നമുക്ക് മിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അത് കാണിക്കാമായിരുന്നു. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ബ്ലോക്ക് ചെയിൻ തുറക്കുക, ടെസോൺ ഗോൾഡ് ലോഗോ
tesongold.com തുറക്കുക, കോൺട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെസോൺ ഗോൾഡ് ലോഗോയുള്ള TNGD എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യപ്പെടും താങ്കൾ പോളിഗോൺ സ്മാർട്ട് ബ്ലോക്ക് ചെയിനിലേക്ക്. അവിടെ ഏകദേശം മിഡിലായിട്ട് ടോക്കൺ ട്രാക്കർ ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ ലോഗോ കാണാൻ സാധിക്കും. ആ ലോഗോയുടെ അടുത്ത് തന്നെ TNGD ബ്രാക്കറ്റിൽ TNGD ഉണ്ടായിരിക്കും, ടെസോൺ ഗോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ താങ്കൾക്ക് ഞാൻ ഈ ഷോ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും താങ്കൾക്ക് കാണാം, താങ്കൾക്കും വിശകലനം ചെയ്യാം, മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാനും വളരെ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകണം. ഈ മീറ്റിങ്ങിൽ വന്ന എല്ലാ വ്യക്തികൾക്കും, ഈ മീറ്റിങ്ങിലേക്ക് താങ്കളുടെ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.